നില പിന്തുടരുന്നത് UDF സർക്കാർ നടപ്പാക്കുന്നത്. ഇപ്പൊ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്വരം സ്വാതന്ത്ര്യത്തിന്റെ 79 വർഷത്തിന് ശേഷം കേരളത്തിൽ കോൺഗ്രസിലൂടെ മുസ്ലിം ലീഗിലൂടെ ഉയരുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് രാജ്യദ്രോഹം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇത് മറ്റൊരു അപകടം, വന്ദേ മാതര ഗാനത്തെ മതവുമായി ബന്ധപ്പെടുത്തുകയാണ്. ഇത് നേരത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്ന വിഭജനത്തിന്റെ വിഘടനവാദത്തിന്റെ വിഷവിത്ത് കേരളീയ സമൂഹത്തിൽ വീണ്ടും വിതക്കാനുള്ള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ശ്രമമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇതിനെ കേരളത്തിലെ ജനങ്ങൾ, ദേശാഭിമാനികൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഇതിനെതിരായിട്ട് രംഗത്ത് വരണം എന്ന് BJP അഭ്യർത്ഥിക്കുകയാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷത്തില് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് UDF സർക്കാർ വന്ദേ മാതര ഗാനം ആലപിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു എന്നാണ്. ഞങ്ങളിതിന് ബദലായിട്ട് ഓഗസ്റ്റ് 15 എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും 1000 മാർക്സിസ്റ്റ് പാർട്ടിയും സ്വീകരിക്കുന്നത്. VD സവർക്കർ 30 വർഷത്തിലധികമാണ് വിവിധ ജയിലുകളിൽ കഴിഞ്ഞത്. അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് ബ്രിട്ടീഷ് സർക്കാരാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുകൊണ്ടാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയതിന്റെ പേരിലാണ് അദ്ദേഹത്തെ പതിറ്റാണ്ടുകളോളം ജയിലിലടച്ചത്. അടച്ചു എന്ന് മാത്രമല്ല, കൈക്കും കാലിലും ചങ്ങല അണിയിച്ചിട്ടാണ്, അത് ക്രൂരമായി പീഡിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ ജയിലടച്ചത്. ജയിലിൽ കിടന്നപ്പോ, അന്തമാൻ നിക്കോബാർ ജയിലിൽ കിടന്നപ്പോ തനിക്ക് കിട്ടിയിട്ടുള്ള ഇരുമ്പാണി അത് പേനയായും ജയിലിലെ ചുമരുകള് കടലാസായും ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രേരണ നൽകുന്ന ദേശാഭിമാന ഗീതങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. ഇത്രയും കാലം ജയിൽവാസം അനുഷ്ഠിച്ച സ്വാതന്ത്ര്യസമര സേനാനികൾ വിരളമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ചോദ്യം തയ്യാറാക്കിയതിന്റെ പേരിൽ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് നിർദ്ദേശം കൊടുക്കുകയാണ്. BD സവർക്കറെ എന്തുകൊണ്ടാണ് കോൺഗ്രസും മുസ്ലിം ലീഗും എതിർക്കുന്നത്? ഞങ്ങൾ മനസ്സിലാവുന്നില്ല. ഇവിടെ ബ്രിട്ടീഷുകാരുടെ അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും സ്വീകരിക്കുന്നത്. ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത് ഇന്ത്യ വിരുദ്ധ നിലപാടാണ് അവർക്കുള്ളത്. ഇന്ത്യക്കെതിരായ നിലപാടാണുള്ളത്. ദേശീയതയ്ക്ക് അവർ എതിരാണ്, ദേശാഭിമാനത്തിനെതിരാണ്, ദേശസ്നേഹത്തിനെതിരാണ്. അതുകൊണ്ട് അവർ ദേശീയ ഗീതത്തെ എതിർക്കും, ദേശാഭിമാനികളെ എതിർക്കും. അത് തന്നെയല്ലേ കോൺഗ്രസും മുസ്ലിം ലീഗും ചെയ്യുന്നത്? ഇത് അത്യന്തം അപകടകരമാണ്. വിഭജനത്തിന്റെ വിഭാഗീയതയുടെ വിഷവിത്തുകൾ വീണ്ടും വിതക്കാനുള്ള നിഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമാണ്. ഇത് പരാജയപ്പെടുത്താൻ കേരളത്തിലെ ദേശാഭിമാനികൾ തയ്യാറാകണം. ഇക്കാര്യത്തിൽ മറ്റൊന്നുകൂടി പറയാനുണ്ട്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും അവർ ഇതേ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടി ദേശവിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് അതിൽ അത്ഭുതമില്ല. കാരണം അവർ നാളിതുവരെ സ്വീകരിച്ച നിലപാടിന്റെ തുടർച്ച മാത്രമാണ്. ഇന്ത്യയെ രണ്ടാക്കി മാറ്റണമെന്നായിരുന്നു, രണ്ടാക്കി വിഭജിക്കണമെന്നായിരുന്നു മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത്. അത് 17 വിഭജിച്ച് വേണം ബ്രിട്ടീഷുകാർ തിരിച്ചു പോകേണ്ടത് എന്ന് പ്രമേയം മുഖേന, നിവേദനം മുഖേന ആവശ്യപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി. ഇന്ത്യയിലെ ഏതാണ്ട് ഒട്ടുമിക്ക സ്വാതന്ത്ര്യ സമര സേനാനികളെയും അപമാനിച്ചവരും അവഹേളിച്ചവരുമാണ് CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വാർധയിലെ കള്ളൻ എന്നാണ് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചെങ്കിൽ ജപ്പാന്റെ ചെരുപ്പ് നക്കി എന്നായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ എഴുതിയതും ലേഖന പരമ്പരകൾ പ്രസിദ്ധീകരിച്ചതും. അവർ ഇവിടെ ദേശഭക്തി ഗാനത്തെ, ദേശഭക്തരെ എതിർക്കുക, അപമാനിക്കുക, അവഹേളിക്കുക ചെയ്താൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. പക്ഷെ ഇവിടെ ഇവർ രണ്ടുപേരും ഒരേ അജണ്ടയാണ് നടപ്പാക്കുന്നത്, UDF-ഉം LDF-ഉം.
ദേശവിരുദ്ധതയാണ് ഇവരെ ഒന്നിപ്പിക്കുന്നത്. യു ഡി എഫും എൽ ഡി എഫും രണ്ടല്ല ഒന്നാണ് എന്ന BJPയുടെ രാഷ്ട്രീയ നിലപാട് ഇവിടെയും അടിസ്ഥാനപരമാണ്, സത്യസന്ധമാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇവർ രണ്ടുപേരും രണ്ടല്ല ഒന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് ഈ UDF LDF ദേശവിരുദ്ധ നിലപാടുകളെയും സമീപനങ്ങളെയും ഞങ്ങൾ അങ്ങേയറ്റം ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇതിനെതിരായിട്ട് UDF സർക്കാർ നിലപാടിനെതിരായിട്ട് നിയമപരമായും രാഷ്ട്രീയപരമായുള്ള പോരാട്ടം ഭാരതീയ ജനതാ പാർട്ടി നടത്തും. രണ്ടാമത്തെ ഒരു കാര്യം, എല്ലാവർക്കും അറിയാം, ജാർഖണ്ഡിൽ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ശക്തമായി നടക്കുകയാണ്. ഇതിനോട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും സ്വീകരിക്കുന്ന നിലപാട് ഇരട്ടത്താപ്പും വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയുമാണ്. ഇപ്പൊ ഡൽഹിയില് വിദ്യാർത്ഥി സമരം അരങ്ങേറിയപ്പോ ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെയും CPMന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് ആത്മാർത്ഥതയുള്ളതല്ല, വഞ്ചനാപരമാണ്, അവർക്ക് ഇരട്ടത്താപ്പാണുള്ളത് എന്നായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായപ്പെട്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ അന്ന് ഡൽഹി സമരത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനോട്, CPMന്റെ നിലപാടിനോട്, IND സഖ്യത്തിന്റെ നിലപാടിനോട് ഞങ്ങൾ പ്രകടിപ്പിച്ച അഭിപ്രായം അത് സത്യസന്ധമാണ്, അടിസ്ഥാനപരമാണ് എന്ന് ഇപ്പൊ ജാർഖണ്ഡിലെ വിദ്യാർത്ഥി സമരം വ്യക്തമാക്കുകയാണ്. വിദ്യാർത്ഥികൾ 9 ദിവസങ്ങളായി സമരം ചെയ്യുന്നു. ചർച്ചക്ക് JMM കോൺഗ്രസ് സംയുക്ത സർക്കാർ തയ്യാറാകുന്നില്ല. വിദ്യാർത്ഥി സമരത്തെ ക്രൂരമായി അടിച്ചമർത്താൻ ജാർഖണ്ഡിലെ JMM കോൺഗ്രസ് സംയുക്ത സർക്കാർ തയ്യാറായി. വിദ്യാർത്ഥികളോട് അവിടുത്തെ പോലീസ് കാണിച്ച ക്രൂരത മാനവികതയ്ക്കും ജനാധിപത്യത്തിനും വിരുദ്ധമാണ്. പക്ഷെ ഇതുവരെ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായമില്ലേ? ജാർഖണ്ഡിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികളല്ലേ? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ജാർഖണ്ഡ് സന്ദർശിക്കാത്തത്? ഇതിന് ഉത്തരം പറയാൻ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും തയ്യാറാകണം. അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹം തയ്യാറാകും. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു ഇരട്ടത്താപ്പ് നമ്മുടെ കേരളത്തിൽ അരങ്ങേറുകയാണ്. ഇപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികൾ സമരത്തിലാണ്. ഇപ്പൊ LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അവരുടെ സമരം 30 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അവർ പുല്ല് നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു, മണ്ണ് നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു, ശയന പ്രതിഷേധം നടത്തുന്നു. അവരെ ആവശ്യം എന്താ? അവരുടെ റാങ്ക് പട്ടികയിൽ അവരുടെ പേരുണ്ട്. LP സ്കൂൾ അധ്യാപകരുടെ റാങ്ക് പട്ടികയിൽ അവരുടെ പേരുണ്ട്. അവർക്ക് നിയമനം കിട്ടണം. ഇത് ന്യായമായ ആവശ്യം. പക്ഷെ ഒരു ചർച്ചയ്ക്ക് പോലും കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഒരു ചർച്ച. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഇടപെടാത്തത്? ഇവിടുത്തെ തന്റെ മൂക്കിന് മുന്നിൽ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികളോട് ഒന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ പോയി. അവിടെ BDയെ കാണുന്നു. എന്തുകൊണ്ടാണ് തന്റെ സ്വന്തം സംസ്ഥാനത്തില് യുവാക്കന്മാര്, യുവതികള്, ഉദ്യോഗാർത്ഥികള് ന്യായമായ ആവശ്യത്തിന് വേണ്ടി ദിവസങ്ങളായി സമരം ചെയ്തിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്തത് എന്തുകൊണ്ടാ? ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പ. മാത്രമല്ല, PSCക്കെതിരെ ധാരാളം ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം PSCയിൽ നടന്നത് ക്രമക്കേടുകളാ, സ്വജനപക്ഷപാതമാ, അതുപോലെ അഴിമതിയ. ഇതെല്ലാം ഉണ്ടായിട്ടും PSC എന്തുകൊണ്ടാണ് പിരിച്ചുവിടാത്തത്? PSC എന്തുകൊണ്ട് നിലനിർത്തുന്നു? PSCയെ പാർട്ടി സർവീസ് കമ്മീഷനായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിപ്പിച്ചത്. പാർട്ടിക്ക് വേണ്ടി സേവനം നടത്തിയാൽ PSCയിൽ ജോലി ലഭിക്കും. പാർട്ടിയെ സേവിച്ചാൽ PSC ജോലി നൽകാൻ തയ്യാറാകും. ഈ തരത്തിൽ PSCയുടെ വിശ്വാസ്യത തകർത്തിനെതിരെ അന്വേഷണം നടക്കുന്നില്ല.
സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. ഇതാണ് ഇരട്ടത്താപ്പും ആത്മാർത്ഥയില്ലായ്മയും. അവിടെ ഇക്കാര്യത്തിൽ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒരേ അഭിപ്രായം. ഇവർ രണ്ടും ഇക്കാര്യത്തിലും രണ്ടും രണ്ടല്ല ഒന്നാണ്. യുവാക്കളോടുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ കോൺഗ്രസിനും CPM-നും വ്യത്യസ്ത അഭിപ്രായമല്ല, ഒരേ അഭിപ്രായം. ഇത് രണ്ടും രണ്ടല്ല ഒന്നാണ് എന്ന് അതിലും വ്യക്തമാവുകയാണ്. ഇക്കാര്യത്തിൽ യുവമോർച്ച സംസ്ഥാന വ്യാപകമായിട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിദ്യാർത്ഥി യുവജന വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന വി ഡി സതീശൻ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം കേരളത്തിൽ അരങ്ങേറാൻ വേണ്ടി പോവുകയാണ്. ഇക്കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾക്കറിയാം കോൺഗ്രസിനോടൊപ്പം ഉണ്ടാകും. ഇവർ ഒരുമിച്ച് നിന്നായിരിക്കും ഒരുപക്ഷെ BJP-യെയും NDA-യും നേരിടാൻ വേണ്ടി പോകുന്നത്. പക്ഷേ കേരളത്തിലെ എല്ലാ യുവതി യുവാക്കളെയും അണിനിരത്തിക്കൊണ്ടുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. സവർക്കറെ കുറിച്ച് ചോദ്യമുണ്ടാക്കിയതല്ല. അതായത് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ഉത്തരമായി സവർക്കറെ അതിലേക്ക് കൊണ്ടുവരികയും അത് സവർക്കറെ മർദ്ദിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ഒരു ശിക്ഷ അനുഭവിച്ച എത്രയോ ആളുകൾ ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ ആണെന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ചത്. അപ്പം ഒരു ചോദ്യത്തിൽ തെറ്റായ രീതിയിൽ സവർക്കറെ അതിലേക്ക് കൊണ്ടുവരികയും സവർക്കറെ മർദ്ദിക്കുകയും ചെയ്യുന്നതാണ് അതിൽ പ്രശ്നം. അല്ല, ഇത് ആരുടെ അഭിപ്രായം? താങ്കളുടെ അഭിപ്രായമാണോ അല്ലെങ്കിൽ UDF സർക്കാരിന്റെ അഭിപ്രായമാണോ ഇത്? അല്ലല്ല, ഞാൻ എതിർത്തത് ഇത് വേറെ വിഷയമാണ്. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചത് ഞങ്ങൾ എതിർക്കുന്നത് ഈ VD സവർക്കറോട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നിലപാട്, UDF സർക്കാർ സ്വീകരിച്ച നിലപാട്, UDF-ലെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ച നിലപാട്, അത് ഈ കാര്യം പറയുന്നില്ല. അതിൽ പറയുന്നത് VD സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യം തയ്യാറാക്കിയത് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെയാണ് അതിന്റെ ആ ലേഖന പരമ്പരകളിൽ പ്രസംഗത്തിൽ മറ്റൊക്കെ സൂചിപ്പിക്കുന്നത്. അതിനെതിരായിട്ട് താങ്കൾ സൂചിപ്പിച്ചത് ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ്, വസ്തുതാപരമായ ചില കാര്യത്തെക്കുറിച്ച്. അത് നമുക്ക് പരിശോധിക്കാം. ഇനി ഞങ്ങൾക്ക് അതല്ല പ്രശ്നം. നിങ്ങൾ നാളെ ഒരു ചോദ്യം PSCയോ അല്ലെ മറ്റേ ചോദ്യം ചോദിച്ചു വസ്തുതാപരമായി, അത് വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതല്ല. വിദ്യാഭ്യാസ മന്ത്രി പറയുക VD സവർക്കർക്കെതിരായിട്ട് ഏത് ചരിത്രമാണ് വിദ്യാഭ്യാസ മന്ത്രി പഠിച്ചത്? വസ്തുതാപരമായി അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ഇതിന്റെ വേറൊരു ഭാഗമാണ്. അതിന് ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത് UDF സർക്കാർ, കോൺഗ്രസ്, ലീഗ് VD സവർക്കറോട് ചോദിച്ച നിലപാട്, VD സവർക്കറെ അപമാനിക്കുക എന്ന് പറയുന്നത് മുഴുവൻ രാജ്യസ്നേഹികളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വന്ദേമാതര ഗാനത്തെ നിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ദേശഭക്തിയെയും ദേശസ്നേഹത്തെയും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ നേഷൻ ഫസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഞങ്ങൾ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. താങ്കളൊന്ന് ചരിത്രം, ഈ VD സവർക്കറെ ചരിത്രം ഒന്ന് വിശദമായി പഠിക്കണം. ഞാൻ ചോദിക്കട്ടെ 30 കൊല്ലം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ മാപ്പ് പറയുന്നു എന്നുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം പ്രചരണം. താങ്കൾ ചോദിച്ചതല്ല ഞാൻ പറഞ്ഞത്. ഇത് താങ്കൾ ചോദിച്ച ചോദ്യം, ഇത് മറ്റു പലരും ഉയർത്തുന്ന ചോദ്യം ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് നിങ്ങൾ നോക്കൂ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാനായിരുന്നെങ്കിൽ ആദ്യ ശിക്ഷ നടത്തുമ്പോൾ നമ്മൾ ഒപ്പിട്ട് പോന്നാ പോരെ? അന്നത്തെ കാലത്ത് പലരും നമ്മുടെ ഈ നിങ്ങൾ പറയുന്ന 30 വർഷക്കാലത്തെ ജയിൽവാസവും അവിടെ അനുഭവിച്ച ക്രൂരമായ പീഡനവും അതൊന്നും കാണാതെ ഏതെങ്കിലും കത്ത് കൊടുത്തു എന്നതിന്റെ പേരിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നടത്തിയിട്ടുള്ള ധീരോദാത്തമായ പ്രക്ഷോഭത്തെ ഇകഴ്ത്തിക്കാട്ടുന്നതും നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതും ശരിയാണോ? ഇങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഞാൻ ആർക്ക് അല്ലല്ല അങ്ങനെ നമ്മുടെ ഓരോരാളുടെയും നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് നമ്മുടെ പല കത്തുകളും പലരും എഴുതിയിട്ടുണ്ട്.
നമ്മൾ അവിടെയല്ലായിരുന്നു വിശേഷം. ഇപ്പം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കത്ത് എഴുതിയിട്ടുണ്ട്, ഗാന്ധിജി കത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല, ഞാനത് വേണമെങ്കിലൊക്കെ ഇന്ന് അല്ലല്ല, കത്തിന്റെ സ്വഭാവത്തിലും അന്നത്തെ ഭാഷയിലും അന്നത്തെ അഭിസംബോധനയിലും നമ്മൾ ഇന്നത്തെ പോലെയല്ല. ഇനി അതുപോട്ടെ, അത് വേറൊരു വിഷയം, അത് വേറെ നമ്മൾ ചർച്ച ചെയ്യാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇത്രയും വർഷക്കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചവര് വളരെ വിരളല്ലേ? അതൊരു സത്യമല്ലേ? എന്തിനു വേണ്ടിയാ? അയാള് മോഷ്ടിച്ചിട്ടില്ലാലോ, അയാൾ രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ചിട്ടില്ലാലോ, അത് ഏതെങ്കിലും ഒരു കുംഭകോണം നടത്തിയിട്ടില്ലാലോ, ഒന്നും നടത്തിയിട്ടില്ല. അയാൾ ആകെ ഭാരത് മാതാ കി ജയ് വിളിച്ചു, സ്വാതന്ത്ര്യം കിട്ടണമെന്ന് പറഞ്ഞു. അതല്ലാത്തതിനപ്പുറത്ത് എന്താ ചെയ്ത്? അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിവാഹത്തിന് വേണ്ടി സമ്മതിക്കുക, അങ്ങനെ 30 കൊല്ലം കിടക്കൂലോ. അവര് ഒന്നുമല്ല. ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ വേറെ വേണമെങ്കിൽ സംവാദം നടത്താം. മുഴുവൻ കത്തുകൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനോട് അതൊക്കെ മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ അന്ന് എഴുതിയിട്ടുള്ള കത്തുകളൊക്കെ തന്നെ അതിന്റെ കോപ്പികൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ സംവാദം നടത്താം. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇത് ആര് പറഞ്ഞു? എനിക്ക് അറിയേണ്ടത് ഇപ്പൊ നമ്മള് അല്ലല്ല, ഞാൻ പറയുന്നത് താങ്കൾ ചോദിക്കുന്ന ചോദ്യം അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെക്കൂടെ നിങ്ങൾ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കണം. ഞങ്ങൾക്ക് വീര സവർക്കറോട് ഞങ്ങൾ യാതൊരു വിയോജിപ്പില്ല, വിരോധവും ഇല്ല. ഇദ്ദേഹത്തിന്റെ ചോദ്യം തയ്യാറാക്കിയതിലുള്ള വസ്തുതാപരമായി ഇദ്ദേഹം സൂചിപ്പിച്ച വസ്തുതാപരമായ തെറ്റാണ്. ഒന്ന്, നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെക്കൊണ്ടും VD സതീശനെ കൊണ്ടും ഞാൻ മുഖ്യമന്ത്രി ഇതില് ഒരു കാര്യം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പട്ടാപ്പകലാണ് അദ്ദേഹത്തിന്റെ പച്ചയായ പ്രസ്താവന വന്നിട്ടുള്ളത്. അതൊന്ന് പരിശോധിക്കും. അതൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ ഒന്നുകിൽ അദ്ദേഹത്തിനോട് എന്തെങ്കിലും സഹതാപം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് മാറ്റി പറയിപ്പിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വെള്ളപൂശേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇക്കാര്യത്തില് ഞങ്ങൾ അധ്യാപകന് 100% പിന്തുണ കൊടുക്കും. ഇക്കാര്യത്തിൽ ആ അധ്യാപകന് മാത്രമല്ല, ഇത്തരത്തിൽ അത് സംസാരിക്കും. BJPയുടെ ജില്ലാ നേതൃത്വം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചോ, ഇത് രണ്ടും രണ്ടാണ്. ഞാൻ നേരത്തെ ഞാൻ ഇദ്ദേഹത്തിന് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ അല്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചോദ്യം തയ്യാറാക്കിയതിന്റെ പേരിലാണ് നടപടി. അതാണ് അധ്യാപകർ അംഗീകരിക്കുന്നത്. നിങ്ങൾ വ്യക്തിപരമായി സംസാരിച്ചാൽ മനസ്സിലാക്കും. പക്ഷെ അധ്യാപകന്റെ ഭാഗം ഇത് ഞാൻ നേരിട്ട് തയ്യാറാക്കിയതല്ല എന്ന് മാത്രമാണ്. ആ ചോദ്യത്തെ അധ്യാപകൻ ന്യായീകരിച്ചിട്ടില്ല. കാരണം ഞാൻ അധ്യാപകരോട് സംസാരിച്ചു. അതുകൊണ്ട് കൃത്യമായി പറയാൻ കഴിയും. നിങ്ങൾ ഇത് വീര സവർക്കറുമായിട്ടുള്ള വിഷയം, വീര സവർക്കറോടുള്ള കോൺഗ്രസ് നിലപാട്, മുസ്ലിം ലീഗ് നിലപാട് കേവലം ഒരു ചോദ്യത്തിൽ മാത്രമല്ല, അവരവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം മാത്രമാണ് ഈ ചോദ്യത്തിന് തയ്യാറാക്കിയ അധ്യാപകനോടുള്ള വിശദീകരണവും. നിങ്ങൾ കാസർകോട്ടുകാരാണ്, കാസർകോട്ടെ വിഷയത്തിൽ മാത്രം ഒതുക്കല്ല. കോൺഗ്രസിന്റെ നിലപാടെന്താ വീരസഭ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മുസ്ലിം ലീഗിന്റെ നിലപാടെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ നിലപാടിനോടാണ് ഞങ്ങൾ വിയോജിപ്പ്. നിങ്ങൾ പറഞ്ഞത് മാതിരി ഇപ്പൊ ഇദ്ദേഹം വളരെ പ്രസക്തമായ ചോദ്യമാണ് ആദ്യ ഇക്കാര്യം ചോദിച്ചത്. ഞാൻ അതിന്റെ ഉത്തരവും പറഞ്ഞു. ഓക്കെ, നമ്മളതിനെ എനിക്ക് അത്രകാര്യത്തെ കുറിച്ച് പറയാറുണ്ട്. അല്ല, ഇതില് അല്ല ഇക്കാര്യത്തില് ഇക്കാര്യത്തില് നമ്മൾ ആരും വെള്ളപൂശാൻ പോകേണ്ടതില്ല. അവർക്ക് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വീരസവർക്കറോടും ഒക്കെയുള്ള നിലപാട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോടുള്ള എന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതികരണമാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച ആവശ്യമില്ല. ഉണ്ടെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഇതും അതിലും അപകടം എന്താ അറിയോ? നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയത് അഖണ്ഡ ഭാരതത്തില ഘടിത ഭാരതത്തിലാണ്. അതായത് ഭാരതത്തെ വിഭജിച്ചു.
എന്നിട്ട് സാധനം കിട്ടിയത്. അങ്ങനെ ഓരോന്നിനും വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി ഈ രാഷ്ട്രഗീതത്തെയും വിഭജിക്കാൻ വേണ്ടി പോവുക. അതാണ് മറ്റൊരു അപകടം. അല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞു, ഞാൻ ഞാൻ സ്കൂളുകളിൽ ഞങ്ങൾ വന്ദേമാതരം പാടി. അത് ഞങ്ങൾക്ക് മറ്റേ കാലത്ത് വന്ദേ മാതരം താങ്കൾ 2 സ്റ്റാൻസ പാടിയിട്ടുണ്ടാവും, ഞങ്ങൾ മുഴുവൻ പാടിയിട്ടുണ്ടാവും, മറ്റാളുകൾ പാടിയിട്ടുണ്ടാവും. പക്ഷേ വന്ദേ മാതര ഗാനം ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതര ഗാനം അത് ഒന്നേ ഉള്ളൂ, അത് 2 ഇല്ല. അത് ആരെങ്കിലും ആ 2 സ്റ്റാൻസ മാത്രം പാടിയോ 3 സ്റ്റാൻസ പാടിയോ എന്നുള്ളതല്ല. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ രചന നടത്തിയ വന്ദേ മാതരം 1 മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊന്ന് ആയിക്കോട്ടെ, താങ്കൾ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കാം. ഈ 3, 4, 5 സ്റ്റാൻസക്ക് എന്താ തെറ്റ്? ഇപ്പൊ ഉദാഹരണം VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വന്ദേ മാതര ഗാനം മുഴുവൻ പാടി, ഇവരെല്ലാം പാടി ചുണ്ടുകൾ അനങ്ങിയിരുന്നു. ഇനി എന്താ ചുണ്ടിൽ അനക്കിയത് എനിക്കറിയില്ല, ഏതായാലും നമ്മൾ കാണുന്ന സമയത്ത് ചുണ്ട് അനക്കിയിരുന്നു. പക്ഷെ എന്നിട്ട് കേരളത്തിൽ എന്തെങ്കിലും ഭൂകമ്പം ഉണ്ടായോ? ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടായോ? എന്താ ഈ മത എല്ലാം വരുന്ന സമയത്തും ഇത് ഇസ്ലാം വിരുദ്ധാണ്, ഇത് ഇസ്ലാം വിരുദ്ധാണ്, ഇത് ഇസ്ലാം വിരുദ്ധാണ്. ഇതെല്ലാറ്റിനും ഒരു വിഭാഗീയത ഉണ്ടാക്കാനുള്ള, ഞാൻ അതാ സൂചിപ്പിച്ചത്, അതിന്റെ അപകടം അവിടെയാ. ഇപ്പൊ 3-ാം സ്റ്റാൻസ് പാടി 4-ാം ഒരു സ്റ്റാൻസ് പാടുന്നില്ല ഇല്ല എന്നല്ല, ഇവിടെ വിഭജനത്തിന്റെ വിഭാഗീയതയുടെ വിഷവിത്ത് വളരെ ബോധപൂർവം വിതയ്ക്കാനുള്ള ആസൂത്രിത ശ്രമമാണ്. ഇപ്പൊ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ശരിയാ, താങ്കൾ മാത്രമല്ല കോൺഗ്രസ് ആരംഭിച്ചതാ. പക്ഷെ ഇക്കാലം അത്രയുമുള്ള മുന്നണി ബന്ധത്തിലൂടെ കോൺഗ്രസിനകത്ത് ഈ വിഭജനത്തിന്റെ വിഷവത്തുപാകാൻ മുസ്ലിം ലീഗിന് സാധിച്ചു, അവർ വിജയിച്ചു. ഇപ്പൊ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഈ സവർക്കറെ കുറിച്ച് 1970 സവർക്കർക്ക് വേണ്ടി സ്റ്റാമ്പ് ഇറക്കിയതാരാ? ശ്രീമതി ഗാന്ധി. സവർക്കർ വീരനായകനാണ്, വീരയോദ്ധാവാണ്, ധീരനാണ് എന്ന് എഴുതിയതാരാ? ഹിന്ദു സ്വരാജിൽ മഹാത്മാഗാന്ധി. വീര സവർക്കറെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്താരാ? EMS നമ്പൂതിരിപ്പാട്. പക്ഷെ ഇപ്പോഴത്തെ UDF-നും LDF-നും CPM-നും കോൺഗ്രസിനും അവരെ നിയന്ത്രിക്കുന്നത് തീവ്രവാദ സംഘടനകളാണ്. UDF-ന്റെയും LDF-ന്റെയും രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നതും അവരെ നിയന്ത്രിക്കുന്നതും തീവ്രവാദ സംഘടനകളാണ്. അവർക്ക് വേണ്ടിയാണ് അവർ ഇപ്പം തന്റെ പൂർവികരെ നിരാകരിച്ചുകൊണ്ട് പുതിയ നിലപാട് സ്വീകരിക്കുന്നത്. കേരളത്തിൽ UDF-ഉം LDF-ഉം ഈ നഷ്ടപ്പെട്ടു പോയ വോട്ട്, ലഭിച്ച വോട്ട് തിരിച്ചുപിടിക്കാനും നിലനിർത്താനുമുള്ള ഓട്ടത്തിൽ അവർ ഈ തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കുകയോ ചെയ്യുന്നത്. ഇത് അപകടകരമാണെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇതിൽ ഞങ്ങളുടെ ഈ പ്രക്ഷോഭത്തിൽ മുസ്ലിം സമൂഹം ഉണ്ടാവും, ക്രൈസ്തവ സമൂഹം ഉണ്ടാവും, ഹിന്ദു സമൂഹം ഉണ്ടാവും. കാരണം ഈ വിഭജനത്തെയും വിഘടനവാദത്തെയും എതിർക്കുന്ന കൂട്ടത്തിൽ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. വീർ സവർക്കർ എന്ന് സ്വന്തം എഴുതുന്ന സമയത്ത് സവർക്കർ തന്നെ ഉപയോഗിച്ചതാണ് എന്നാണ് ചരിത്രം പറയുന്നത്. സവർക്കർ എന്ന് പറയുന്നത് ഈ ചിത്രഗുപ്ത എന്ന് പറയുന്നത് ആത്മകഥ സവർക്കർ തന്നെ എഴുതിയാണ്. ആത്മകഥ ഇംഗ്ലീഷ് എഴുതാത്തൊരു വാദം. ഗാന്ധിജി എഴുതിയ ഗാന്ധിയുടെ അഭിപ്രായത്തെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്? അല്ലല്ല, ഗാന്ധിജി വീര സവർക്കറെ കുറിച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പറയേണ്ടത്. അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ ആ പുസ്തകത്തിന്റെ കോപ്പി നിങ്ങൾക്ക് ഞാൻ അയച്ചുതരാം. അതിന്റെ ആ പേജ് അല്ല, അതോടുകൂടി അത് നിർത്തിക്കാം. ഒന്ന് ഇക്കാര്യത്തില് ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ, നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് ഉള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് എഴുതാൻ പ്രചരിപ്പിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെയുണ്ട്. കോൺഗ്രസ് പ്രഖ്യാപിച്ചതുപോലെ അടിയന്തരാവസ്ഥയും നമ്മുടെ രാജ്യത്ത് നിലവിലില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും നമിക്കുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് അല്പം സത്യസന്ധവും നിഷ്പക്ഷവും വസ്തുതാപരവുമാകാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് നല്ലതാണ്. ഈ റിപ്പോർട്ടുകൾ, ഇപ്പൊ ഇന്നലത്തെ ഞങ്ങളെ കോർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വസ്തുതകൾക്ക് നിരക്കാത്തതും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള
വാർത്തകളാണ് ഇന്ന് മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത്. ഇത് തികച്ചും പച്ചക്കള്ള. ഇങ്ങനെ ചർച്ച പോലും നടന്നിട്ടില്ല ഞങ്ങളെ കോർ കമ്മിറ്റിയിൽ നടന്ന ചർച്ച അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തേണ്ട സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചാണ്. പക്ഷെ അത് ഒരു വരി പോലും, ഒരു ചർച്ച പോലും നടക്കാത്തത് മാധ്യമങ്ങൾ ഇങ്ങനെ വക്രീകരിച്ച് അസത്യജടിലമായിട്ട് സമൂഹത്തെ മുന്നിൽ അവതരിപ്പിക്കുന്നത് മാധ്യമങ്ങളുടെ നിഷ്പക്ഷതക്കും സത്യസന്ധതക്കും മോശമാണ്. ഇപ്പം സുരേഷിനെ പുറത്താക്കണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ വളർന്നു വരുന്ന നേതൃനിരയിൽ പ്രധാനപ്പെട്ട ആളാണ് അഡ്വക്കേറ്റ് സുരേഷ്. ആ സുരേഷിനെതിരായിട്ട് വളരെ ബോധപൂർവമായി ഏതോ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ചില വാർത്തകളാണ്. അവിടെ തികച്ചും കേരളത്തിൽ ബി ജെ പി വളർന്നു വരുന്നു. ബി ജെ പിയുടെ പ്രസൻസ് ഇന്ന് എല്ലാ രംഗങ്ങളിലും കാണുന്നുണ്ട്. നിയമസഭക്കകത്തും പുറത്തും കാണുന്നു. ഇപ്പൊ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭ രംഗത്ത് ഇന്ന് യുവമോർച്ച വളരെ തിളങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു പരിവർത്തനം വരാൻ വേണ്ടി പോകുന്നു. അത് ബി ജെ പിക്കും എൻ ഡി എക്കും അനുകൂലമാണ്. അങ്ങനെ ബി ജെ പിക്കും എൻ ഡി എക്കും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്ന സമയത്ത് അത് ഇല്ലാതാക്കാനുള്ള ഒരു ആസൂത്രിതമായ ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, കൊടുക്കുന്ന വാർത്തകളെ ഒന്ന് സത്യസന്ധമാണോ വസ്തുനിഷ്ഠമാണോ എന്ന് പരിശോധിക്കുന്നത് നന്നാകും. അല്ലെങ്കിൽ ബി ജെ പിയുടെ വിശ്വാസ്യതയല്ല, മാധ്യമങ്ങളുടെ വിശ്വാസ്യതയാണ് തകരാൻ പോകുന്നത്. മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകരുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. അത് ജനാധിപത്യത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് നിങ്ങൾ ആരും ഒരു വരി പോലും കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതിൽ നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല. കാരണം ഇന്നലെ ഞങ്ങൾ മീറ്റിംഗ് കഴിയുന്ന സമയത്ത് വൈകി. അതുകൊണ്ട് മാധ്യമങ്ങളെ ഞങ്ങൾ ഇന്നലെ കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാനും കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ബാക്കി അതിലേക്ക് കൂടുതൽ ഞാൻ വീണ്ടും അടിവരയാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ അധാർമികത, അസത്യം ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നത് നമ്മുടെ വിശ്വാസ്യതയ്ക്ക് ഗുണകരമാകും എന്ന അഭിപ്രായമാണ് ബി ജെ പി കൊടുത്തത്. അല്ല, അതൊക്കെ ഞങ്ങളെ പാർട്ടിക്കകത്ത് അതിന്റെ പല വേദികളുണ്ട്, അതിന് സംവിധാനമുണ്ട്. അതൊക്കെ അതിന്റെ രീതിയിൽ നടക്കുന്നുണ്ട്. ശരിക്കൊരു ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ഇവിടെ യു ഡി എഫ് സർക്കാർ പോലീസ് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രിയെ കൊല്ലും, അപകടപ്പെടുത്തും എന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചവര് വിലസി നടക്കുക. അവർക്കെതിരായിട്ടൊരു പെറ്റി കേസ് പോലും ഇവിടെ കേരളത്തിലെ പോലീസ് ചുമത്തിയിട്ടില്ല. ടി ജി മോഹൻദാസ് അദ്ദേഹത്തിന്റെ നിലപാട് വളരെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായി വ്യക്തമാക്കാറുണ്ട്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട്, പ്രീണന നയങ്ങൾക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായ ശൈലിയിൽ നിർഭയമായിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംവദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഭരണകൂടത്തിനെതിരെ അദ്ദേഹം വിമർശിക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തരം ശബ്ദങ്ങളെ നിശബ്ദമാക്കുക എന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ അറസ്റ്റിന് പിന്നിലുള്ളത്. അതിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. Thank you.